നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. അന്തരീക്ഷ താപനില ഉയർന്ന തലത്തിൽ നീങ്ങുന്നത് ഏലം ഉൽപ്പാദന മേഖലയിൽ ആശങ്ക പരത്തുന്നു. പല ഭാഗങ്ങളിലും രാത്രി മഴ ലഭ്യമായെങ്കിലും പകൽ ഉയർന്ന ചൂട് തിരിച്ചടിയായി മാറുമോ എന്ന ഭീതിയിലാണ് ഉൽപ്പാദകർ. കുമളിയിൽ നടന്ന ഏലക്ക ലേലത്തിൽ വാങ്ങലുകാരുടെ ശക്തമായ പിന്തുണയിൽ ശരാശരി ഇനങ്ങളുടെ വില കിലോഗ്രാമിന് 2609 രൂപയായി ഉയർന്നു. മികച്ച ഇനങ്ങൾ കിലോ 3264 രൂപയിൽ കൈമാറി. മൊത്തം 77,422 കിലോ ഏലക്ക ലേലത്തിന് എത്തിയതിൽ 72,590 കിലോ വിറ്റഴിഞ്ഞു. പ്രാദേശിക വ്യാപാരികളിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് മാസാരംഭ അന്വേഷണങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നില്ലെന്ന് കണ്ട് മില്ലുകാർ സ്റ്റോക്ക് വിറ്റഴിക്കാൻ മത്സരിച്ചു. കൊച്ചിയിൽ എണ്ണയ്ക്കും കൊപ്രയ്ക്കും 300 രൂപ വീതം ഇടിഞ്ഞു. കഴിഞ്ഞ ദിവസം പിണ്ണാക്ക് വില ഇടിഞ്ഞ സന്ദർഭത്തിൽ സൂചിപ്പിച്ചതാണ് നാളികേര ഉൽപ്പന്ന വിലയെ ഇത് കാര്യമായി ബാധിക്കുമെന്നത്. കൊച്ചിയിൽ പിണ്ണാക്ക് വില ഇന്ന് വീണ്ടും കുറഞ്ഞു. അതേസമയം തമിഴ്നാട്ടിൽ ഉൽപ്പന്ന വിലകളിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് പകൽ തെളിഞ്ഞ കാലാവസ്ഥ പല ഭാഗങ്ങളിലും ലഭ്യമായത് ടാപ്പിംഗ് പ്രതീക്ഷ പകർന്നു. ഇതിനിടയിൽ തോട്ടങ്ങളിൽ മഴമറ ഒരുക്കുന്ന തിരക്കിലാണ് ചെറുകിട കർഷകർ. കൊച്ചിയിൽ 4ാം ഗ്രേഡ് റബ്ബർ കിലോ 258 രൂപയിൽ നിന്നും 262 രൂപയായി. ഏഷ്യൻ മാർക്കറ്റുകളിൽ റബ്ബർ ഇന്ന് നേട്ടത്തിലാണ്. ജപ്പാനിൽ റബ്ബർ അവധി വില കിലോ 424 കയറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോ ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.